സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു പുതിയ ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ് മൈൻക്രാഫ്റ്റിൽ. പിന്നെ എല്ലാവരും ചോദിക്കും എൻ്റെ പഴയ സീരീസ് എവിടെയെന്ന്. അത് പിന്നെ പഴയ സീരീസിൻ്റെ ഫോണിനെന്തോ ഹാങ് എന്തോ ആയപ്പോൾ ആ വേൾഡ് ഒടുക്കലും ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി കുറച്ച് ദിവസം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കരുതി ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു റാൻഡം മാപ്പിൽ എവിടെയാണ് സ്പോൺ ആണ് അവിടെ നമ്മൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ സീരീസ് നിങ്ങൾ കണ്ടവർക്ക് അറിയാം. കഴിഞ്ഞ സീരീസ് നമ്മൾ സാധാ സർവൈവലായിരുന്നെങ്കിൽ ഈ സീരീസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാർഡ് കോറിലാണ്. അതായത് ഒരു വട്ടം ചത്തതാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹാർഡ് കോർ നെയ്സിൽ ഓണാക്കാം. പിന്നെ നമ്മുടെ വേൾഡിൻ്റെ പേര് പറഞ്ഞാൽ തൽക്കാലത്തിന് കിങ് എന്ന് മതി. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റിൽ എന്തെങ്കിലും പേരിട്ടാണെങ്കിൽ നമുക്ക് ഇടാം. ഞാനാണെങ്കിൽ ഭയങ്കര അത്ര പേരിടാനുള്ള എക്സ്പേർട്ടൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് പേരിടാൻ അത്ര അറിയുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തിന് കിങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സിമുലേഷൻ ഡിസ്റ്റൻസ് 6 ചങ്കാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത്രന്നെ വേണ്ടത്. പിന്നെ ഇത് നമുക്കവിടെ ഫുള്ള് 10 ഒരു പ്ലെയറിലാക്കാം. അപ്പം അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് നേരെ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. Don't show me again, play hardcore. ഓക്കെ, നമ്മുടെ പുതിയ ഹാർഡ് കോർ സീരീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ പുതിയ ഹാർഡ് കോർ സീരീസ്. ഇനി നമ്മൾ ഫുള്ള് കളിക്കാൻ പോകുന്നത് ഈ ഒരു സീരീസിലായിരിക്കും. നമ്മുടെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മരം പൊട്ടിച്ചു കൊടുക്കണം. ഒരു സാധാരണ ഒരു ഫുള്ള് അപ്ഗ്രേഡ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ലോഗ് വേണ്ടിയിരുന്നു തോന്നുന്നു. ഈ മരത്തിൽ 6 ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നമ്മൾ അതിനെ പറ്റിയൊന്നും അറിയില്ല. നമ്മൾ അതന്നെ 6 ലോകം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആവശ്യമുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്റ്റിക്സും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് ടൂൾ ആയിട്ട് നമുക്കൊരു പിക്കാക്സ് റെഡിയാക്കാം. ഇനി എവിടെയെങ്കിലും ഒരു കേവ് പിച്ച് കിട്ടണം. എവിടെയെങ്കിലും ഒരു കേവ് പിച്ച് കിട്ടിയാൽ നമുക്ക് ഈ നമ്മുടെ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അവിടെ ഒരു കേവിൻ്റെ ഒരുമാതിരി കേവുമായിട്ടൊരു സംഭവം കാണുന്നു. പക്ഷെ ഒരു കേവ് അല്ല, പക്ഷെ ഇവിടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇവിടുത്തെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഈ വുഡൻ പിക്കാക്സ് പൊട്ടണ വരെ എത്ര സ്റ്റോൺ കിട്ടും ഒന്ന് ഗസ് ചെയ്യുക. ഈ വുഡൻ പിക്കാക്സ് കിട്ടുന്ന വരെ എത്ര സ്റ്റോൺ കിട്ടും? നിങ്ങൾക്ക് അറിയണ ആളുകളാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം എത്ര സ്റ്റോൺ ഈ വുഡൻ പിക്കാക്സ് പൊട്ടണ വരെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വുഡൻ പിക്കാക്സ് ഫുള്ള് പൊട്ടിച്ചപ്പോൾ നമുക്ക് 46 സ്റ്റോണാണ് കിട്ടിയത്. അത് 46 ലൈക്കും കൂടുതൽ കിട്ടേണ്ടതാ. ഇതിപ്പോ എവിടുന്ന് അവൻ തീ കൊണ്ട് മരിക്കട്ടെ. മരിച്ചു പൊളിക്കും. എനിക്ക് തോന്നുന്നു അവൻ മുമ്പേ തീയിൽ വന്നിട്ട് കുറെ ഹെൽത്ത് പോയിണ്ടാവും. പിന്നെ 46 ലൈക്കും കൂടുതൽ കിട്ടേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ വന്നൊരു ഷീപ്പിനെയും തല്ലിക്കൊന്നു. എൻ്റെ കയ്യിൽ വൂളും നീറ്റിക്കുന്നു കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഷീപ്പിനെയും തല്ലിക്കൊന്നു മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ഫുള്ള് ഇത് കളക്ട് ഒരു ഡേട്ട് അറിയാണ്ട് മിസ്ക്ലിക്ക് ചെയ്ത് പോയി. അങ്ങനെയാണ് കുറച്ച് കുറഞ്ഞത്. പക്ഷെ അത് നമുക്ക് കുഴപ്പമില്ല, 46 കിട്ടിയോ. ഇനി വേഗം നമുക്ക് ആവശ്യമുള്ള ഫുള്ള് ടൂൾസും സ്റ്റോൺ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഫുള്ള് സ്റ്റോണ്, പിന്നെ 2 ഫർണസ് മതി. നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് ഉണ്ടാക്കാം, ജസ്റ്റ് ഇൻ കേസ് അതോ ഒരെണ്ണം പൊട്ടിയാലും. ഇനി നമുക്ക് ഒരു വീട് വെക്കാൻ കണക്കിന് പ്രോപ്പറായിട്ട് സ്ഥലം കിട്ടട്ടെ. നമുക്ക് ഇങ്ങനെ തെണ്ടി നടക്കാം. ഗൈസ്, വീട് വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്കൊരു സ്പ്രൂസ് ഫോറസ്റ്റ് കിട്ടി. നമ്മൾ സ്പോണായി വന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 രൂപ കാണും. അപ്പോൾ ഇവിടെ നദി കണ്ടു, അതിൻ്റെ അപ്പുറത്ത് സ്പ്രൂസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2 സാപ്ലിംഗ് എടുത്ത് പോകാൻ കരുതി. പിന്നെ കുറച്ച് പ്രോഗ്രസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒരു ഷീപ്പിനെ കൊന്നു പറഞ്ഞല്ലോ, ആ സ്ഥലത്തിന് 2 വേറെ ഷീപ്പ് ഉണ്ടായിരുന്നു. അതായത് 3 ഷീപ്പും ഒരുമിച്ചായിരുന്നു സ്പോൺ ചെയ്ത്. പക്ഷെ ഞാൻ ഒരെണ്ണത്തിന് ആ നേരത്ത് കണ്ടില്ല. പിന്നെ 2 ഇരിക്കണ കണ്ടു. ആ 2 കൊണ്ടിട്ടാണ് ഇപ്പോൾ 3 വൂൾ ഇന്ത്യയിലുള്ളത്. ഈ 3 വൂളും കൊണ്ട് നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. അപ്പോൾ നൈറ്റ് സ്കിപ്പ് ചെയ്യും. നൈറ്റിലുള്ള മോൺസ്റ്റേഴ്സ് കാരണം
പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ച് വുഡ് കളക്ട് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വുഡ് കളക്ട് പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ലീഫ് ലിറ്റർ പറഞ്ഞിട്ട് അതും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. കാരണം ഏർലി ഗെയിമിൽ നമുക്ക് ഇതുവരെയായിട്ട് കോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വുഡ് കരിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഈ ലീഫ് ലിറ്റർ കത്തിച്ചാൽ നല്ല ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കാരണം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ ലീഫ് ലിറ്റർ എടുക്കാൻ കാരണം. പിന്നെ ഞാൻ ഒരു കാര്യം ഈ സാധനം ഈ സാധനം നമുക്ക് ടൈം ചെയ്യാൻ പറ്റും ബോണുണ്ട്. പക്ഷെ എനിക്ക് ടൈം ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷെ ബോണൊന്നും കിട്ടിയിട്ടില്ല. എങ്ങനെ ഈ നൈറ്റ് ആവണം ബോണൊക്കെ കിട്ടാനായിട്ട്. എനിക്ക് നൈറ്റ് പേടിയായതുകൊണ്ട് തന്നെ അത്ര ഒന്നും അതിന് വയ്ക്കില്ല. നമുക്ക് വേഗം നമ്മളെ ചേച്ചിയാണ്. അതിന്റെ കണ്ണുണ്ടോ? അതിന്റെ കണ്ണ് ചോത്തപ്പോ ഞാൻ കരുതി നമ്മളെ ചേച്ചിയാണ്. അതാ കുറുക്കനെ ചേച്ചിയാണ്. കുറച്ച് സ്പ്രൂസ് വുഡ് ഇവിടുന്ന് മൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്പ്രൂസ് വുഡ് മൈൻഡ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് സ്ക്രാപ്പ് ഓക്കെ. നമുക്ക് കുറച്ച് ഫ്രൂട്ട് ഫുഡ് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഇത് അത് ഫുള്ള് ലീഫും ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് സ്ക്രാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ നൈറ്റ് ആവുണ്ടല്ലേ ഒരു ഫുഡ് ഉണ്ടാക്കാം വേഗം. ഓക്കെ, നമ്മുടെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൽ ഫസ്റ്റ് നൈറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരം വെട്ടാൻ തുടങ്ങാം. ഞാൻ ഒരു സ്റ്റാക്ക് മരം വെട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഒരു സ്റ്റാക്ക് ഈ സ്പ്രൂസ് ലോഗ് ഒന്ന് വെട്ടട്ടെ. നമ്മൾ ഒരു സ്റ്റാക്ക് വുഡൊന്നും കളക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് മടിയുള്ള ടീമാണല്ലോ. ഇവിടെ ട്രൈഡന്റ് പോകുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ കൊല്ലാൻ നോക്കി. പക്ഷെ രണ്ടെണ്ണം ഒരുമിച്ച് വന്നു ടീമായിട്ട്. ഹാർഡ് കോറിലൊന്നും നമ്മൾ നടത്തിപ്പിക്കില്ലല്ലോ. നമ്മൾ പിന്നെ നല്ല മടിയിലുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ 28 ലോഗും 6 സാപ്ലിങ് കിട്ടി. അത്ര മതി. ഇനി സ്ക്രാപ്പിംഗ് നട്ടിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ വുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. വീട് വെക്കണ സ്ഥലം ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നടന്ന് നോക്കാം. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ വയ്ക്കാം. പിന്നെ ഈ ഒരു ലാഗ് കണ്ടോ? ഭയങ്കര ലാഗ്. എന്താ അറിയില്ല, ഒടുക്കത്തെ ഈ ലാഗ് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുന്നതാണ്. എനിക്കറിയില്ല ലാഗ് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് വരാം. ഈ ലാഗ് ഭയങ്കര ലാഗ്. ഗെയിം തുടങ്ങിയപ്പോൾ ലാഗ് ഉണ്ടായില്ല. ഇപ്പൊ ഭയങ്കര ലാഗ് ആണ്. ഈ ലാഗ് ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതിൻ്റെയോടൊപ്പം തന്നെ വീട് വയ്ക്കാനുള്ള സ്ഥലം എനിക്ക് കാണാം. ഓക്കെ, അയ്യോ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു വീട് വയ്ക്കാനുള്ള പറ്റിയൊരു സ്ഥലം കണ്ടെടുത്തി. ഇവിടെ നമുക്ക് എന്തായാലും നല്ലൊരു വീട് വയ്ക്കാൻ പറ്റും. വൈ ലെവൽ 76 നല്ല സ്ഥലമാണ്. ഇതുവരെ കണ്ടതിൽ നല്ലൊരു സ്ഥലം കിട്ടി. നമ്മൾ കുറെ ഒരു 300 ബ്ലോക്കറ്റ് നമ്മൾ നടന്നു വന്നപ്പോഴാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയത്. ഇനി നമുക്ക് ബാക്കിയുള്ള വീടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാം. സത്യത്തിൽ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. കാരണം ഞാൻ ബിൽഡിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല. പക്ഷെ എന്റെ നോളജ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ഒരു സാധാ ഒരു വീടുണ്ടാക്കാം. നാട്ടുകാർ കണ്ട വീടാണ് എന്ന് പറയണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വീടാന്ന് അംഗീകരിച്ചോളാം. അതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ വീടിന്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ സ്റ്റോൺ കൊണ്ട് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോർ വരേണ്ട ഭാഗത്ത് നമ്മൾ എന്താ വെക്കേണ്ടതെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കുഴി കുട്ടിട്ടുണ്ട്. എൻ്റെ പരമായ സംശയം നമുക്ക് സ്പ്രൂസ് വെച്ചാലൊന്ന്. കാരണം സ്പ്രൂസ് കാണുന്നതിന് നല്ല ഭംഗിയുണ്ട്. കാണിച്ചാലോ കണ്ടു. ഇങ്ങനെ സ്പ്രൂസ് നമുക്ക് ഈ നിരത്തി വെച്ചാലോ എന്നാണ് ഇപ്പം നിലവിൽ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും ഞാൻ സ്പ്രൂസ് തന്നെ വെക്കാൻ പോണത്. കാരണം നിലത്ത് എന്താ വെക്കേണ്ടത് എനിക്ക് സാധാരണ പ്ലാൻ ഒന്നുമില്ല. ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീരീസിലൊക്കെ കണ്ടത്. പക്ഷെ നിലത്ത് സാധാരണ വെക്കാറൊന്നുമില്ല. ബട്ട് ഇടയ്ക്കൊക്കെ നിലത്ത് വെക്കാറുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഫ്ലോർ ഫുള്ളും സ്പ്രൂസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നമ്മുടെ വാള് ഫുള്ളും ഇനി ഓക്ക് വെച്ചിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാണ്ട്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, നമ്മൾ വീടിന്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം കണ്ടൊരു വീട് മരത്തിനുണ്ട് കണ്ടോ. നമ്മൾ ഈ ഓക്ക് ചുട്ട് ഇങ്ങനെ കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓട്ട വിട്ട ഭാഗങ്ങളൊക്കെ നമുക്കൊരു ജനൽ വരുന്നുണ്ട്. ജനൽ കൊണ്ടിട്ട് സാൻഡ് ഉരുക്കണം. അപ്പോൾ സാൻഡ് പക്ഷെ ഞാൻ കുറെ ദൂരമായിട്ട് കാണാനില്ല. ഞാൻ കണ്ടത് അവിടെയുണ്ട്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത് പോവായിരുന്നു. നമുക്കൊരു വർഷം കഴിക്കട്ടെ.
ഓക്കെ, നമുക്ക് വേഗം കുറച്ച് സാൻഡ് കളക്ട് ചെയ്യാം. ഇനി സാൻഡ് കളക്ട് ചെയ്തിട്ട് ഉരുക്കിയിട്ട് വേണം നമുക്ക് ജനാല വെക്കാൻ. ഇതുവരെ നമുക്ക് വില്ലേജും കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അടുത്ത എപ്പിസോഡെങ്കിലും വില്ലേജ് കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റിയ മതിയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം, പരമായി നമുക്ക് വില്ലേജ് കണ്ടെടുത്താൻ പറ്റുമോ. തൽക്കാലത്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ട് നിർത്താം. സെക്കൻഡ് എപ്പിസോഡൊക്കെ ആവട്ടെ, നമുക്കൊരു അയൺ ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് റെഡി എടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലീഫ് ഫിൽറ്ററാണ് ഉപയോഗിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ലീഫ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലല്ലോ, വെറുതെ വുഡ് വേസ്റ്റ് ആക്കണം. ഈ കരിക്കൊക്കെ കരിക്കാൻ വേണ്ടിയിട്ട് ലീഫ് ഫിൽറ്റർ എടുത്ത് നന്നായി. പിന്നെ ഇവിടെ കുറെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഡേർട്ട് വെച്ചടച്ചു. നമുക്ക് ഈ വീടിന്റെ നിലത്ത് മണ്ണ് വാരിപ്പ് കിട്ടി കുറച്ച് ഡേർട്ട് എടുത്ത് അവിടെ അടച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ ബാക്കി പണികൾ നമുക്ക് ചെയ്യാണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് തീർന്നു വരാട്ടോ. നമ്മള് ഈ ആകെപ്പാട് 2 ഇത് മാത്രമേ ഉള്ളൂ, മീറ്റ്. ഇതുകൊണ്ടും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഫുള്ളും തീർന്നു. പിന്നെ 6 ഇതുണ്ട്, അവര് പശുവിനെ കൊണ്ടപ്പോ കിട്ടിയതാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം. ഇത് നമുക്ക് ഇനി കുക്ക് ചെയ്ത് കഴിക്കാം. വെറുതെ പച്ചക്ക് കഴിച്ചാൽ ലാഭമല്ല, കുക്ക് ചെയ്ത് കഴിക്കണതാണ് കുറച്ചുകൂടി ഇത്. ഇവിടുത്തെ മത്തങ്ങയൊക്കെ ഫുള്ള് എടുക്കാൻ പറ്റും. മത്തങ്ങയൊക്കെ നമുക്ക് ഫുള്ള് എടുക്കാം ഇവിടുത്തെ. ഓക്കെ, ഫുള്ള് എടുക്കാം. നമുക്ക് ബാക്കി ആ ഗ്ലാസ് നേരെ ഇട്ട് വീടിന്റെ മേൽക്കൂരയ്ക്ക് ചെയ്യാം. മേൽക്കൂരപ്പ് എന്താ വെക്കാന്നൊക്കെ അറിയില്ല. എന്തായാലും വുഡേനുള്ളൂ, കാരണം സ്റ്റോൺ ആകെപ്പാടെ 9 നമ്മുടെ കയ്യിലുള്ളൂ. വുഡ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു സ്ലാബ് വെച്ച് ഫുള്ളായിട്ട് മൂടാന്നാണ്. അങ്ങനത്തെ ഞാൻ ചെയ്യാൻ നിൽക്കുള്ളൂ. അങ്ങനെ ചെയ്യാനാവും സാധ്യത. സ്ലാബ് വെച്ച് ആക്കാം, ഈ സ്ക്രൂസ് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ആദ്യം ഈ ഗ്ലാസ് ഒന്ന് നേരെ ആവട്ടെ, ഫുള്ളൊന്നാവട്ടെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുള്ള് വീടും സെറ്റാക്കിയിട്ടുണ്ട്. റൂഫിൽ സ്പ്രൂസ് സ്ലാബ് ആക്കിയിട്ടുണ്ട്. പിന്നെ ജനൽ ഫുള്ളും നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് പെയിൻ വെച്ചാക്കിയിട്ടുണ്ട്. ഇവിടെ ഡോറൊക്കെ ഉണ്ട്, അത് വെറുതെയാണ്. ഒരു ഡെക്കറേഷൻ ആയിട്ട് സാധാരണ ഡോർ ഉണ്ടാക്കുമ്പോൾ 6 വുഡ് എടുത്ത് 3 ഉണ്ടാവുമല്ലോ, ഒരെണ്ണം വന്നപ്പോൾ ഞാൻ അവിടെ വെച്ചാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2 സ്ലാബ് ഉണ്ടാവും, നമുക്ക് ഇവിടെ വെക്കാം. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിലായിട്ട് കാണാം. അടുത്ത എപ്പിസോഡിൽ മിക്കവാറും അയൺ ആർമറൊക്കെ സെറ്റാക്കും, നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.